ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് മാരുതി സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റ് പെട്രോളാണ്, ഏറ്റവും ഫസ്റ്റ് മോഡൽ. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് എന്താ വെച്ചാൽ നമ്മളെ ക്ലച്ചിൻ്റെ റീഡിംഗ് ഉണ്ടല്ലോ, ആ റീഡിംഗ് ഒന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഇതേപോലെയാണ് കാണിക്കുന്നത്. റീഡിങ്ങും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് അഴിച്ചിട്ട് റിപ്പയർ ചെയ്യാൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് അഴിക്കാമെന്ന് നോക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇതാ അടിയിലെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷൻ അഴിച്ചു മാറ്റണം. അത് നേരെ ജസ്റ്റ് വലിച്ചാൽ മതി. ക്ലിപ്പിംഗ് ആണ് കേട്ടോ, ഫുള്ള് ക്ലിപ്പിംഗ് ആണ്. നേരെ അടിയിൽ നിന്ന് വലിക്കുക, താഴത്തേക്ക് വയ്ക്കുക. അതിന് ശേഷം ആ മുകളിലെ കവറിങ് അഴിച്ചെടുക്കാം. എന്താ ഈ കവറിങ് അഴിച്ചെടുക്കാം. ഡീസൽ വണ്ടിയാണെങ്കിൽ ഇവിടെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പാനലും കൂടെയൊക്കെ അഴിക്കേണ്ടി വരും. അപ്പോൾ ഫസ്റ്റ് മോഡൽ സ്വിഫ്റ്റിൻ്റെ പെട്രോൾ വെർഷനിൽ സ്ക്രൂവും കാര്യങ്ങളൊന്നുമില്ല. ഈ പോർഷൻ അഴിച്ചെടുത്താൽ മതി. അതിന് ശേഷം സ്ക്രൂ വരുന്നത് ഈ ക്ലസ്റ്ററിന് 2 സ്ക്രൂ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ക്രൂ വരുന്നുണ്ട്, നേരെ ഇപ്പുറത്തും ഒരു സ്ക്രൂ വരുന്നുണ്ട്. ആ 2 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ ക്ലസ്റ്റർ നേരെ ഫ്രണ്ടിലേക്ക് വലിച്ചാൽ മതി. അപ്പോൾ ആ സ്ക്രൂ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ക്രൂ അഴിച്ച ശേഷം നേരെ ഇപ്പുറത്തെ സ്ക്രൂ കൂടി അഴിച്ചെടുക്കണം. അപ്പോൾ ആ സ്ക്രൂ കൂടി അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലസ്റ്റർ പതിയെ നമ്മുടെ ഫ്രണ്ടിലോട്ട് വലിച്ചെടുക്കണം. അത് മുകളിൽ 2 ക്ലിപ്പാണ്. ആ ക്ലിപ്പ് പോന്നു കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ പോരും. ആ പോന്നു കഴിഞ്ഞാൽ ക്ലസ്റ്റർ എടുക്കാം. അതിൻ്റെ ക്ലസ്റ്ററിൻ്റെ ബാക്കിൽ അതിൻ്റെ കപ്ലിങ് ഉണ്ടായിരിക്കും. ആ കപ്ലിങ് കൂടി അഴിച്ചെടുക്കുക. അതേപോലെ വലിച്ചെടുക്കുക കേട്ടോ, ഓവറായിട്ട് വലിക്കരുത്. അപ്പോൾ ആ ക്ലസ്റ്ററിൻ്റെ ക്ലിപ്പ് പൊട്ടിപ്പോവും. ഓക്കെ, ഇപ്പോൾ ക്ലസ്റ്റർ ആ ക്ലിപ്പിൽ നിന്ന് പോകുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കിലെ കപ്ലർ ഉണ്ടല്ലോ, ആ കപ്ലർ അഴിച്ചെടുക്കാം. ഈ ഒരു ഒറ്റ ആ കപ്ലർ ഉണ്ടായിരിക്കും. ആ കപ്ലർ അഴിച്ചെടുത്തിട്ട് നേരെ ഇത് റിപ്പയർ ചെയ്യാൻ കൊടുക്കണം കേട്ടോ. റിപ്പയർ ചെയ്തിട്ട് ശരിയാക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ക്ലസ്റ്റർ അഴിക്കേണ്ട വിധം കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും കാണാം.